ഹായ് ഡിയേഴ്സ്, 2 ദിവസമായിട്ട് യു എയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല മഴയാണല്ലേ. മഴയത്ത് ഹെവി റെയിൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പറ്റുമെങ്കിൽ ആ യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈഡ്രോ പ്ലാനിങ് ഓർ അക്വ പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ജലപാളി എന്ന് പറയുന്നത്. നമ്മളെ വാഹനത്തിൻ്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണല്ലോ ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. ആ ഫ്രിക്ഷൻ കുറക്കും. എങ്ങനെ? അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മൾ ഹെവി റെയിനിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ജലപാളി രൂപപ്പെടും. ഈ ടയറിൻ്റെയും റോഡിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് ഇട്ടാൽ സ്കിഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് വളരെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷനാണ്. ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഹെവി റെയിൻ ഉണ്ടാകുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോകണം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷേ പ്രത്യേക റെയിൻ സമയങ്ങളിൽ നമ്മൾ വളരെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ വാഹനത്തിൻ്റെ വിൻഡ് ഷീൽഡ് വൈപ്പർ നമ്മൾ ഓണാക്കിയിടണം. പിന്നെ ചെറിയ റെയിൻ ആണെങ്കിലും ഹെവി റെയിൻ ആണെങ്കിലും അതിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മളത് ഓണാക്കിയിടണം. അതുപോലെ തന്നെ പെഡസ്ട്രിയനെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് പോകണം. മഴ സമയത്ത് അവർക്കും വിസിബിലിറ്റി കുറവായിരിക്കും, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിന് വിസിബിലിറ്റി കുറവായിരിക്കും. അതുപോലെ മഴ സമയത്ത് ഫോഗിങ്ങിന് ചാൻസ് ഉണ്ട്, നമുക്ക് വിസിബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഫോഗിങ് ഉണ്ടെങ്കിൽ ഡീഫോഗർ ബട്ടൺ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ ഹെവി റെയിൻസിൻ്റെ കൂടെ ഹെവി വിൻഡ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ യാത്ര സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഒരു സേഫ് പ്ലേസ് കണ്ടെത്തിയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രിജുഡിസ് ആയിട്ട്, ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരം പോകുന്ന റോഡായിരിക്കാം, പക്ഷേ നിങ്ങൾക്കറിയില്ല ഈ വെള്ളം കെട്ടി നിന്നിട്ട് റോഡിൽ വലിയ കുഴി എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും വണ്ടി മുന്നോട്ട് എടുക്കരുത്. അതുപോലെ നിങ്ങൾ റോട്ടിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ പോലെ രൂപപ്പെട്ട അവസ്ഥയിലൊന്നും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒരിക്കലും നിങ്ങൾ ആ ഡ്രൈവിംഗ് മുന്നോട്ട് പോകാൻ നിർബന്ധമായും പാടില്ല. വളരെ റിസ്ക്കിയാണ്.